നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന യൂട്രൈൻ ഫൈബ്രോയിഡ്സിനെ പറ്റിയാണ്. ഗർഭാശയ മുഴകൾ. അപ്പോൾ ഈ ഗർഭാശയ മുഴകൾ സാധാരണയായി കാണപ്പെടുന്ന ഒരു 30 മുതൽ 40 വയസ്സിലുള്ള റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. എസ്പെഷ്യലി ഒരു 35-നും 40-നും ഇടയ്ക്കാണ് ഈ ഫൈബ്രോയിഡ്സ് കൂടുതലായിട്ട് ഉണ്ടാകുന്ന കാരണം. പിന്നീട് അതൊരു മെനോപോസ് ആകുമ്പോഴത്തേക്ക് മിക്കവാറും ചെറിയ ഫൈബ്രോയിഡ്സുകളെല്ലാം ചുരുങ്ങി പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പ്രധാനമായിട്ടും ഫൈബ്രോയിഡ്സ് ഉണ്ടാകാനൊരു കാരണമായി പറയപ്പെടുന്നത് ശരീരത്തിലുള്ള ഈസ്ട്രോജൻ്റെ അളവ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതൊരു അമിത വണ്ണമുള്ള സ്ത്രീകളിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ചില ഹെറിഡിറ്ററി ഫാക്ടേഴ്സും ഇതിന് കാരണമാണെന്ന് പറയപ്പെടുന്നു. ഇനി നമുക്ക് ഈ യൂട്രൈൻ ഫൈബ്രോയിഡ്സിൻ്റെ ടൈപ്സും അതിനുണ്ടാകാനുള്ള കാരണങ്ങളും ചികിത്സയൊക്കെ ആയുർവേദത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാനമായിട്ടും നമ്മുടെ ഒ പി ഡിയിൽ രോഗികൾ വരുന്നുവെന്നെങ്കിൽ ഒരു ബ്ലീഡിങ്ങും വലിയ രീതിയിലുള്ള ബ്ലീഡിങ്ങും ബുദ്ധിമുട്ടുകളായിട്ട് വരും. അതല്ലെങ്കിൽ സർജറിക്ക് ഫിക്സ് ചെയ്തതിന് ശേഷം ഇനിയും സർജറി അല്ലാതെ ആയുർവേദത്തിൽ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ, ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ എന്നറിയാൻ അന്വേഷിച്ച് ഒ പി ഡിയിലേക്ക് കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഈ ഫൈബ്രോയിഡിൻ്റെ അളവ് വളരെ ഒരു പരിധിയിൽ കൂടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഒ പി ഡിയിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇനി നോക്കേണ്ടത് ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പത്തെ പറ്റിയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ഇതൊരു 1 മുതൽ 5 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഫൈബ്രോയിഡ്സ് ഒരു സ്മാൾ സൈസും 5 മുതൽ 10 വരെ മീഡിയം സൈസും ഒരു ചെറിയ ഓറഞ്ചിൻ്റെ സൈസുള്ള മീഡിയം സൈസും അതേപോലെ 10-ന് മുകളിലേക്ക് ഒരു ബാസ്കറ്റ് ബോളിൻ്റെ സൈസ് വരെ വരുന്ന വലിയ ഫൈബ്രോയിഡ്സും ഉണ്ടാകാനുള്ള സാധ്യത സ്ത്രീകളിലുണ്ട്. അപ്പം ഈ വലിയ ഫൈബ്രോയിഡ്സ് ഉണ്ടാകാനുള്ള കാരണം അത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോഴാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ചികിത്സ എടുക്കാതിരിക്കുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ വലിപ്പം കൂടാനുള്ള കാരണമൊക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും ഈ ഫൈബ്രോയിഡ്സ് ഒരു അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. ചിലപ്പോഴും ചില സ്കാനിങ്ങിലൊക്കെ ചെയ്യുമ്പോഴായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. പലപ്പോഴും ഇതൊരു അസിംപ്റ്റമാറ്റിക് ആയിട്ട് ശരീരത്തിലുണ്ടാവും, സിംറ്റംസ് ഒന്നും കാണില്ല. പിന്നീട് എന്തെങ്കിലും മറ്റു കാരണത്താൽ സ്കാനിങ് ഒക്കെ എടുക്കുമ്പോഴാണ് ഫൈബ്രോയിഡ് ലക്ഷണങ്ങളൊക്കെ സ്കാനിങ്ങിൽ തെളിയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പ്രധാനമായിട്ട് 3 ടൈപ്സാണുള്ളത്. ഒന്ന് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ്, സബ്സീറസ്, സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ്. പേര് പോലെ തന്നെ ഈ ഫൈബ്രോയിഡ്സ് ഉണ്ടാകുന്നത് ഗർഭാശയ ഭിത്തിയിൽ നിന്നാണ്. അപ്പം മയോമെട്രിയം വാൾ എന്ന ഗർഭാശയ ഭിത്തിയിൽ നിന്നാണ് ഈ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്. ഇത് യൂട്രസിന് പുറത്തേക്ക് വളരുമ്പോൾ അത് സബ്സീറസ് ഫൈബ്രോയിഡ്സ് എന്നും യൂട്രൈൻ ക്യാവിറ്റിക്കകത്തോട്ട് വരുമ്പോഴത്തേക്ക് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് എന്നും ഈ മസിൽ വാളിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് എന്നും 3ആയിട്ട് പറയുന്നു. ഇനി ഈ ഫൈബ്രോയിഡ്സിൻ്റെ ലൊക്കേഷൻസും അതേപോലെ തന്നെ പൊസിഷനും ഒക്കെ അനുസരിച്ചിട്ട് ശരീരത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഓരോന്നാണ്. ഒ പി ഡിയിൽ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ ചില രോഗികൾ ശ്വാസം മുട്ടലായിട്ട് വരും. അത് ഡയഫ്രത്തേക്ക് ഫൈബ്രോയിഡ്സ് വലിപ്പം കൂടി കംപ്രസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടായിട്ട് വരും. ചിലപ്പം വൊമിറ്റിംഗ് ആയിട്ട് വരും, GIT കംപ്രസ് ആകുമ്പോൾ. ചിലപ്പോൾ യൂറിൻ ഇൻകോണ്ടിനൻസ് ആയിട്ട് വരും. ബ്ലാഡറിൽ മൂത്രം അമിതമായിട്ട് പോകുന്ന ഒരു കണ്ടീഷനായിട്ട് വരും. ബ്ലാഡറിൽ കൂടുതലായിട്ട് പ്രഷർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ യൂറിറ്ററിനെ കംപ്രസ് ചെയ്തിട്ട് കിഡ്നിയിൽ ഹൈഡ്രോനെഫ്രോസ് ഉണ്ടാവുകയും അതിനുള്ള സാധ്യതകളുണ്ട്. അത് പിന്നീട് വേറെ മറ്റ് കോംപ്ലിക്കേഷൻസിലോട്ട് പോകും. ചിലപ്പോൾ എർത്രോപോയറ്റിൻ സിന്തസിനെ തന്നെ ബാധിച്ചേക്കാം. രോഗി അനീമിക് ആവും. പിന്നീട് അത് അമിതമായ ക്ഷീണമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒ പി ഡിയിലേക്ക് രോഗികൾ വരുന്നത്. ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് കാരണമായിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രഷർ സിംറ്റംസ് പല രീതിയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഫൈബ്രോയിഡ്സിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് അകത്തേക്കുള്ള അല്ലെങ്കിൽ സബ്മ്യൂക്കസിനകത്തുള്ള പൊസിഷൻ അനുസരിച്ചിട്ട് ഇപ്പോൾ ഫലോപ്പിയൻ ട്യൂബ്സിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായി തീരും. അതേപോലെ തന്നെ ഈ എൻഡോമെട്രിയം ഈ ഫൈബ്രോയിഡ്സിനെ കൂടെ കവർ ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഈ എൻഡോമെട്രിയൽ ഷെഡിങ് ഉണ്ടാകുമ്പോഴത്തേക്ക് ബ്ലീഡിങ് അമിതമായിട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. അതേപോലെ തന്നെ യൂട്രൈൻ കോൺട്രാക്ഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതൊരു അസിമെട്രിക്കൽ ഷേപ്പ് ആയതുകൊണ്ട് കൂടുതൽ ബ്ലഡ് വെസൽസിൽ പ്രശ്നം ഉണ്ടാവുകയും അതും ബ്ലീഡിങ്ങിന് കാരണമായി തീരുകയും ചെയ്യും. അങ്ങനെ വിവിധ രീതിയിലുള്ള കാരണങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് കണ്ടെത്തുന്ന ഒരു പ്രധാന ചികിത്സയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ ഇതിനൊരു ചേഞ്ചസ് ഉണ്ടാവും, ഫാറ്റി ചേഞ്ചസ് ഉണ്ടാവും, അതേപോലെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാവും, അതേപോലെ തന്നെ കാൽസിഫിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഓരോന്നിനും ഇപ്പോൾ ഫാറ്റി ചേഞ്ചസ് ആണ്, അതനുസരിച്ചുള്ള ഡയറ്റും മരുന്നുകളൊക്കെ വേണ്ടി വരും. ശോധമാണെങ്കിൽ നീർവീക്കമാണെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന മരുന്നുകൾ വേണ്ടി വരും. അതേപോലെ തന്നെ കാൽസിഫിക്കേഷൻ ആണെങ്കിൽ കാൽസിഫിക്കേഷൻ മാറുന്ന രീതിയിലുള്ള മരുന്നുകളുടെ ചികിത്സാവിധികളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രധാനമായിട്ടും ആയുർവേദത്തിൽ ചികിത്സ പറയുന്നത് ഒരു ശോധന ചികിത്സയായിട്ട് വിരേചന ചികിത്സ കൊണ്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരീരം ശുദ്ധമാക്കിയതിന് ശേഷം പിന്നീട് ഡയറ്റിലുള്ള റെസ്ട്രിക്ഷൻസും അതേപോലെ ഈ പറഞ്ഞ ഹെവി ബ്ലീഡിങ് ആണെങ്കിൽ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റായിട്ട് ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മരുന്നുകളാണ് ആദ്യം കൊടുക്കുന്നത്. അതിനുശേഷം രോഗിക്ക് ഈ പറഞ്ഞ ഫൈബ്രോയിഡ്സിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ അതിൻ്റെ വലിപ്പം കുറച്ച് കൊണ്ടുവരാനുള്ള മരുന്നുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ താഴെയുള്ള ഫൈബ്രോയിഡ്സൊക്കെ ചുരുങ്ങുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും പലപ്പോഴും അസിംപ്റ്റമാറ്റിക് ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ പല സ്കാനിങ്ങിലൊക്കെ ആയിരിക്കും ഇതിങ്ങനെ ഒരു ലക്ഷണം ഉണ്ടെന്നൊക്കെ കണ്ടെത്തുന്നത്. ചില പീനട്ടിൻ്റെ സൈസുള്ള ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ ഫൈബ്രോയിഡ്സ് തന്നെ ഫൈബ്രോയിഡ്സ് മാത്രമല്ല യൂട്രസിനകത്ത് ഉണ്ടാകുന്നത്, വേറെ പല കണ്ടീഷൻസും ഉണ്ട് യൂട്രസിനുണ്ടാകുന്നത്. അതിൽ
അഡിനോമയോസിസ് എന്നൊരു കണ്ടീഷനുണ്ട്. ഈ യൂട്രൈൻ വാളിലേക്ക് മാംസപേശികളിലേക്ക് എൻഡോമെട്രിയം കൂടെ ചേർന്ന് കട്ടി കൂടുകയും കോൺട്രാക്ഷൻസ് ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുമ്പോഴത്തേക്ക് ശക്തമായ വേദനയൊക്കെ ആയിട്ടുണ്ടാകും. ബന്ധപ്പെടുമ്പോൾ വേദനയൊക്കെ ഉണ്ടാകുന്ന കണ്ടീഷൻസൊക്കെ രോഗികൾ പറയാറുണ്ട്. അപ്പം അത്തരം കണ്ടീഷൻസുമായിട്ട് വരുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അത് സ്കാനിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. യൂട്രസിൻ്റെ വലിപ്പം കൂടുന്നത് ഒരു സിമെട്രിക് ഷേപ്പിലായിരിക്കും. അതേപോലെ ഇപ്പോൾ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതൊരു അസിമെട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. അതേപോലെ യൂട്രൈൻ പോളിപ്പ് വേറൊരു കണ്ടീഷനാണ്. അതൊരു പീനട്ടിൻ്റെ സൈസിലൊക്കെ ഉള്ളതാണ്. അത് എൻഡോമെട്രിയൽ ഗ്ലാൻഡിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഇപ്പോൾ പോളിപ്പാണോ അഡിനോമയോസിസ് ആണോ അതേപോലെ ഫൈബ്രോയിഡ്സ് ആണോ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതനുസരിച്ചിട്ട് ഫലപ്രദമായ അതിൻ്റെ സിംറ്റംസ് നോക്കി പ്രഷർ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടോ, ബ്ലീഡിങ് അമിതമായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് രോഗിക്ക് ആ സമയത്ത് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ഏതാണ് ആ ചികിത്സ ചെയ്ത് അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആയുർവേദത്തിൽ പ്രധാനമായിട്ട് ചികിത്സാ വിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ശരീരത്തിൽ ഒരു ഹൈപ്പർ ഈസ്ട്രോജനിക് സ്റ്റേജ് കാരണമാണ് ഇതിനൊരു ഫൈബ്രോയിഡ് വളരാനൊരു പ്ലാറ്റ്ഫോമായിട്ട് ശരീരത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഈസ്ട്രോജൻ കൂടാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു കാരണമാണ്. രണ്ടാമത് ഒബേസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആൻഡ്രോജൻ കൂടി ആൻഡ്രോജൻ കൺവേർട്ട് ചെയ്ത് ഈസ്ട്രോജൻ ആവുകയും ചെയ്യും. അപ്പോൾ അവിടെ അതിൻ്റെ ചികിത്സകൾ അത്തരം രോഗികളിൽ ഇൻഹിബിറ്ററി ചികിത്സകൾ ആവശ്യമായിട്ടുണ്ട്. ധൂമപാനം പോലെ ആയുർവേദത്തിൽ പറഞ്ഞ ചികിത്സകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അത്തരം കണ്ടീഷൻസിൽ പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഈസ്ട്രോജൻ്റെ അളവ് ശരീരത്തിൽ കുറയ്ക്കേണ്ടി വരുന്ന ചികിത്സകളാണ്. അതേപോലെ തന്നെ ചില മെഡിക്കേഷൻസും ഉണ്ട്, ഡയറ്റിലുള്ള വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം അതേപോലെ മനസ്സിന് വേണ്ട ചികിത്സകളുണ്ട്, യോഗ ധ്യാനം പോലുള്ള ചികിത്സകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടുകൊണ്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് യൂട്രൈൻ ഫൈബ്രോയിഡിനെ റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ആയുർവേദത്തിലുള്ള ഫൈബ്രോയിഡിനുള്ള പ്രധാനമായിട്ടുള്ള ചികിത്സകൾ. ഇപ്പോൾ ഇതൊരു ക്യാൻസർ സ്റ്റേജ് അല്ല, ഒരു ബിനൈൻ ട്യൂമേഴ്സാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. പിന്നെ ഒരു ക്യാൻസർ സ്റ്റേജിലോട്ട് വളരെ ചെറിയ ശതമാനമാണ് പോകുന്നത്. മെനോപോസിന് ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ യൂഷ്വലി ഈ ചെറിയ ഫൈബ്രോയിഡ്സൊക്കെ മെനോപോസിലോട് കൂടി ഇത് ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഈ പറഞ്ഞ ഒരു 40 മുതൽ 50 വരെയുള്ള ഏജ് ടൈമിലാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഫൈബ്രോയിഡ്സ് കൊണ്ട് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സർജറിക്ക് വിധേയമാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് നിൽക്കാതെ വരുന്നത്, തീരെ ബ്ലീഡിങ് ബുദ്ധിമുട്ടായിട്ട് വരുന്നു, അതല്ലെങ്കിൽ ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പം മറ്റ് പ്രഷർ സിംറ്റംസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇത്തരം കണ്ടീഷൻസിലൊക്കെയാണ് സർജറിയെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ അതല്ലാതെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ചെയ്ത് നമുക്ക് ഈ ബ്ലീഡിങ് കുറച്ച് കൊണ്ടുവരാം, ഈ ഫൈബ്രോയിഡ്സിൻ്റെ വലിപ്പവും നമുക്ക് കുറച്ച് കൊണ്ടുവരാനൊക്കെ പറ്റും. അപ്പോൾ ഇത്തരം ചികിത്സകളൊക്കെ ആയുർവേദത്തിലുണ്ട്. അതിൻ്റെ അറിവിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നന്ദി, നമസ്കാരം.